ഹായ്, ഡി എമ്മും ഡി എഫും മിറേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാം. നമുക്കറിയാം, ഡി എമ്മും ഡി എഫും ഒരാത്മാവിൻ്റെ രണ്ട് പാതികളാണല്ലേ. ഈ രണ്ട് പാതികളും പരസ്പരം മിററായിട്ടാണ്, കണ്ണാടിയായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ മനസ്സിലാക്കുക, ഈ ജേർണി ഡിവൈൻലി പ്ലാനഡ് ആണ്. അതുപോലെ ഈ ജേർണിയുടെ ലക്ഷ്യം തന്നെ രണ്ടാളിൻ്റെയും സോൾ ഗ്രോത്ത്, ആത്മീയ വളർച്ച ആണ്. ഓക്കെ, ഈ സോൾ ഗ്രോത്തിന് വേണ്ടി ഡി എമ്മും ഡി എഫും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നു. എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു നോക്കാം. ഡി എഫിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഇമോഷൻസും, അതായത് പോസിറ്റീവ് ഇമോഷനോ നെഗറ്റീവ് ഇമോഷനോ ആയിക്കോട്ടെ, എല്ലാ ഇമോഷൻസും ഡി എം റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നു. അതുപോലെ ഡി എമ്മിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഇമോഷൻസും ഡി എഫും റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നു. എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഡി എഫിൻ്റെ ഉള്ളിലുള്ള ഒരു ഇമോഷനാണ് പേടി എന്നിരിക്കട്ടെ. ഉള്ളിലുള്ളതാണ് കേട്ടോ, പുറമേ ഉള്ളതല്ല, ഉള്ളിലുള്ള ഇമോഷൻ. ഡി എഫ് പേടിയില്ലാത്ത ആളെ പോലെയൊക്കെ ആക്ട് ചെയ്യുമായിരിക്കും, പക്ഷേ ഉള്ളിൽ ആ ഇമോഷൻ ഉണ്ട് എങ്കിൽ അത് അവരുടെ ഡി എം റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കും. എങ്ങനെ? ഡി എം എല്ലാ കാര്യത്തിലും പേടിയുള്ള ആളായിട്ട് ബിഹേവ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഡി എഫ് എന്ത് ചെയ്യണം? ഡി എം പുറമേ കാണിക്കുന്ന ഇമോഷൻസ് ഡി എഫിൻ്റെ തന്നെ ഉള്ളിലുള്ള ഇമോഷൻസ് ആണെന്ന് മനസ്സിലാക്കണം. ഇനി നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അതുപോലെ തിരിച്ചും ഡി എഫ് പുറമേ കാണിക്കുന്ന ഇമോഷൻസ് അത് ഡി എമ്മിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഇമോഷൻസ് ആണ്. ഓക്കെ, സിമ്പിളായിട്ടൊരു കാര്യം പറയാം. നമ്മുടെ ഫേസിൽ കുറച്ച് പൊടി പറ്റിയിരിക്കുന്നു എന്ന് കരുതുക. നമ്മൾ കണ്ണാടിയിൽ നോക്കാതിരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകില്ല. നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോഴോ കണ്ണാടിയിൽ അത് തെളിഞ്ഞു കാണും അല്ലേ. നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് നമ്മുടെ സൗന്ദര്യമായിരിക്കുമോ അതോ പൊടിയായിരിക്കുമോ? ഏതാണ്? പൊടിയല്ലേ. നമ്മൾ എന്ത് ചെയ്യും? ആ പൊടിയൊക്കെ തുടച്ചു മാറ്റി ഫേസ് നല്ല ക്ലീൻ ആക്കി വെക്കും. പിന്നെ ഫേസ് എത്രത്തോളം ബെറ്റർ ആക്കാമോ അത്രത്തോളം ബെറ്റർ ആക്കി വെക്കും അല്ലേ. ഇവിടെ മിറർ, കണ്ണാടി എന്ന് പറയുന്നത് ഡി എം ആണെന്ന് വിചാരിക്കുക. അതുപോലെ നിങ്ങളുടെ ഫേസിൽ ഇരുന്ന പൊടിയോ, നിങ്ങളുടെ ഉള്ളിലെ ഒളിഞ്ഞിരിക്കുന്ന ഇമോഷൻസ് ആണ്. അതിനെ ഡി എം കാണിച്ചു തന്നില്ലേ, കണ്ണാടി കാണിച്ചു തന്നില്ലേ? നിങ്ങൾ എന്ത് ചെയ്തു? പൊടി തുടച്ചു കളഞ്ഞു. അതാണ് ഹീലിംഗ്. എന്ന് വെച്ചാൽ ഡി എം റിഫ്ലക്റ്റ് ചെയ്ത് കാണിച്ചു തന്ന നെഗറ്റീവ് ഇമോഷൻസിനെ നിങ്ങൾ ഹീൽ ചെയ്തെടുക്കണം. എന്നിട്ട് നിങ്ങളുടെ സോളിനെ കൂടുതൽ ബെറ്റർ ആക്കി ഉയർത്തണം. അതുവഴി സോൾ ഗ്രോത്ത് നടന്നോളും. മനസ്സിലായോ? ഇങ്ങനെയാണ് ഡി എമ്മും ഡി എഫും പരസ്പരം റിഫ്ലക്റ്റ് ചെയ്ത് സെൽഫ് ഗ്രോത്തിന് സഹായിക്കുന്നത്. ഇനി ഡി എഫിൻ്റെ ഇമോഷൻസിനെ ഡി എം മാത്രമല്ല റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഡി എമ്മിൻ്റെ ഇമോഷൻസിനെ ഡി എഫും റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കും. ഇനി നമ്മൾ പുറമേ കാണിക്കുന്ന ഇമോഷൻസും ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചേക്കുന്ന ഇമോഷൻസൊക്കെ ഉണ്ടല്ലോ അല്ലേ. നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ അങ്ങനെ? ഡി എഫ് പുറമേ കാണിക്കുന്ന ഇമോഷൻസ് എല്ലാം തൻ്റെ ഡി എമ്മിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഇമോഷൻസ് ആണ് കേട്ടോ. അതുപോലെ ഡി എഫിൻ്റെ അകമേ ഒളിഞ്ഞിരിക്കുന്ന ഇമോഷൻസ് ആണ് ഡി എം പുറമേ കാണിക്കുന്ന ഇമോഷൻസ്. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങളുടെ ഡി എം എന്തുകൊണ്ടാണ് ഈഗോ മൈൻഡഡ് ആകുന്നതെന്നും നിങ്ങളോട് സെക്ഷുവൽ ഡിസയർ കാണിക്കുന്നതെന്നും നിങ്ങളിൽ നിന്നും റൺ ചെയ്തു പോകുന്നതെന്നും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ? ഇനിയും ക്ലിയർ ആക്കാം. നിങ്ങളുടെ ഉള്ളിൽ, പുറമേ അല്ല, നിങ്ങളുടെ ഉള്ളിൽ ഈഗോ ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ഡി എം ഈഗോ മൈൻഡഡ് ആകുന്നത്. അപ്പോൾ ഹീൽ ദാറ്റ് ഇമോഷൻ. ഓക്കെ, ഇനി നിങ്ങളുടെ ഉള്ളിലുള്ള സെക്ഷുവൽ ഡിസയർ തന്നെയാണ് നിങ്ങളുടെ ഡി എം റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നത്, നിങ്ങളോട് സെക്ഷുവൽ ഡിസയർ കാണിക്കുന്നത്. അതുപോലെ നിങ്ങൾ പുറത്തുള്ള ഒരാളെ, മീൻസ് നിങ്ങളുടെ ഡി എമ്മിനെ ഫോളോ ചെയ്ത് അയാളുടെ പുറകെ ഓടുന്നത് കൊണ്ടാണ് ഡി എമ്മും മറ്റൊരാളുടെ അടുത്തേക്ക് റൺ ചെയ്തു പോകുന്നത്. മറിച്ച് നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കിക്കേ, ഡി എമ്മും നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യും. നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ദേഷ്യമാണ് ഡി എം പുറമേ കാണിക്കുന്ന ദേഷ്യം. അങ്ങനെ എല്ലാം ക്ലിയർ ആയോ? പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ ടീനേജ് കാലം മുതൽ നിങ്ങളിലുണ്ടായിരുന്ന ഒരു മസ്കുലിൻ എനർജിയുടെ സങ്കല്പം, അതായത് ആണത്വം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു സങ്കല്പമൊക്കെ ഉണ്ടായിരുന്നില്ലേ? അതെല്ലാം നിങ്ങളുടെ ഡി എമ്മിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ ശരിക്കും? അതും ഡി എം റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുകയാണ്. അതുപോലെ തിരിച്ചും. ഓക്കെ, പിന്നെ നിങ്ങൾ
അതുപോലെ നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിച്ച ആ ഒരു പേഴ്സണാലിറ്റി ഇല്ലേ, അതുപോലെ തന്നെ നിങ്ങളുടെ ഡി എം റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെയും തോന്നിയിട്ടുണ്ടാകും, അയ്യോ ഇത് ഞാൻ ആഗ്രഹിച്ചതല്ലേ, ഇതുപോലൊരു പേഴ്സണാലിറ്റി കൊണ്ടുവരണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഡി എഫിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഇമോഷൻസ് എന്തൊക്കെയാണോ, അതായത് ഡി എഫ് എന്തൊക്കെയാണോ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അതെല്ലാം ഡി എം പുറത്ത് കാണിക്കും. അതിൽ പോസിറ്റീവ് ഇമോഷൻസ് ഉണ്ടാകാം, നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാകാം. പോസിറ്റീവ് ഇമോഷൻസ് അവിടെ ഇരുന്നോട്ടെ, അത് നമുക്ക് ആവശ്യമാണ്. പക്ഷേ നെഗറ്റീവ് ഇമോഷൻസ് അവരെ പിടികൂടുക, അതിനെയാണ് ഡി എഫ് ഹീൽ ചെയ്യേണ്ടത് കേട്ടോ. അതുവഴി സോൾ ഗ്രോത്ത് സംഭവിച്ചോളും. അപ്പോൾ ഇനി അതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഡി എമ്മിൻ്റെ മുന്നിൽ ഒന്നും ഒളിപ്പിക്കാൻ പറ്റില്ല ഡിയേഴ്സ്. പുള്ളിക്കാരനത് മനസ്സിലാക്കും. ഈവൻ നിങ്ങളൊരു കള്ളം പറഞ്ഞാൽ പോലും ഡി എമ്മിനത് ഉള്ളിൽ പിടികിട്ടും. ബട്ട് ഡി എം അത് ചികഞ്ഞ് നോക്കാൻ ശ്രമിക്കില്ല, ശരിവെച്ച് തരും. അതുപോലെ നിങ്ങൾക്കിപ്പോൾ നല്ല വിഷമമുള്ളൊരു അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്ന് പറഞ്ഞാലും ഡി എം അത് വിശ്വസിക്കും. ബട്ട് ഡി എമ്മിൻ്റെ സോളിനറിയാം സത്യാവസ്ഥ എന്താണെന്ന്. ഓക്കെ, അത് സോള് ഡി എമ്മിനെ മനസ്സിലാക്കിക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഡി എം ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലും ആയിരിക്കും. ഈ സോള് വിചാരിക്കുമായിരിക്കും, അല്ലേ, എന്നോട് കണക്റ്റ് ആകാതെ ഈ പൊട്ടനോട് ഞാൻ എങ്ങനെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഓക്കെ, വീഡിയോ ഒത്തിരി ലോങ് ആയല്ലേ. ബൈ ബൈ, താങ്ക് യു.